കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുലച്ച സംഭവമായിരുന്നു അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം. ഇതിന്റെ അന്വേഷണത്തിലും പാകപ്പിഴയുണ്ടെന്ന ആരോപണം കുടുംബം ഉയർത്തിയിരുന്നു. അന്വേഷണത്തിന് SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ പുതിയ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണിപ്പോൾ. മുൻ അന്വേഷണ സംഘത്തിനെതിരെ ഒത്തുകളി ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളുമായി നിതിന്റെ കുടുംബം രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രി പുതിയ സംഘത്തെ നിയോഗിച്ചത്. പ്രതി റാമിനെ കോടതി വിട്ടയച്ചത് ക്രൈംബ്രാഞ്ചിന്റെ ഗുരുതര വീഴ്ച കാരണമെന്നാണ് ആരോപണം. റാമിന്റെ അറസ്റ്റിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റി. ഇപ്പോൾ ആർക്കൊക്കെ വേണ്ടിയാണ് ഈ നാടകം? അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് ശരിക്കും ആർക്ക് വേണ്ടിയാണ്? വലിയ ഒരു ദുരന്തം നേരിട്ട കുടുംബമാണ്. ആ കുടുംബത്തിന് വീണ്ടും അന്വേഷണ കാര്യങ്ങളിൽ ഇങ്ങനെ പരാതി പറഞ്ഞ് നടക്കേണ്ടി വരുന്ന ഗതി ഉണ്ടാക്കുന്നത് ആരാണ്? നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത് 100 ദിവസം പിന്നിടുമ്പോഴാണ് കേസിലെ ഒന്നാം പ്രതി അധ്യാപകനായ ഡോക്ടർ MK റാം പിടിയിലാകുന്നത്. 100 ദിവസമാണ് ഈ അധ്യാപകൻ ഒളിവ് ജീവിതം നയിച്ചത്. അത് വെറുതെയല്ല, വളരെ ബുദ്ധിപരമായ നീക്കമാണ്. മരണവിവരം പുറത്തു വന്നയുടൻ കണ്ണൂരിൽ നിന്ന് തീവണ്ടിയിൽ വാരണാസിയിലേക്കാണ് പുറപ്പെട്ടത്. അവിടെ നിന്ന് തിരിച്ചെത്തി സ്വദേശമായ ആന്ധ്രയിലെ 8ഓളം ഗ്രാമങ്ങളിൽ ആയിരുന്നു താമസം. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നതുവരെ ഒളിവിൽ കഴിഞ്ഞു. ബന്ധുവും സുഹൃത്തുക്കളും ഉൾപ്പെടെ 3 പേർ സഹായത്തിനുണ്ടായിരുന്നു. പകൽ ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ചിലവഴിക്കും, രാത്രിയോടെ ഏതെങ്കിലും വീടുകളിലോ വാടക മുറികളിലോ താമസിക്കും. ഇതിന് പലരും സഹായം ചെയ്തു എന്നാണ് പോലീസ് കരുതുന്നത്. സുപ്രീം കോടതിയും ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് അന്വേഷണം ശക്തമാക്കിയ അന്വേഷണ സംഘം ആന്ധ്രയിലെ റാമിന്റെ നാട്ടിൽ ക്യാമ്പ് ചെയ്തത്. അവിടെ നിന്ന് കർണാടകയിലേക്ക് അപ്പോൾ കടന്നു. കുടകിന് സമീപത്തെ ഗുണ്ടൂർ ഗ്രാമത്തിലാണ് പിന്നീട് ഒളിവിൽ താമസിച്ചത്. സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയോടെ കീഴടങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് ഈ അധ്യാപകന് നിയമോപദേശം ലഭിച്ചു. ഇതേ തുടർന്നാണ് ഞായറാഴ്ച രാത്രി തന്നെ കീഴടങ്ങാനുള്ള തയ്യാറെടുപ്പോടെ സഹോദരിക്കും അഭിഭാഷകനുമൊപ്പം കണ്ണൂരിലേക്ക് പുറപ്പെട്ടത്. ഇതിനിടയിലാണ് പോലീസിന്റെ പിടിയിലായത്. ഒളിവുകാലത്ത് ഒരു തവണ പോലും സ്വന്തം മൊബൈൽ ഫോൺ റാം ഉപയോഗിച്ചില്ല. കൂടെയുണ്ടായിരുന്ന ബന്ധുവിന്റെയും സുഹൃത്തിന്റെയും ഫോണാണ് ഉപയോഗിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീക്കിയതും വീട്ടുകാരുമായി ബന്ധപ്പെട്ടതും ആ ഫോൺ ഉപയോഗിച്ചായിരുന്നു. ഒളിവിൽ കഴിയുമ്പോൾ ചെലവിനായി പണവും കയ്യിൽ കരുതിയിരുന്നു. ATMിൽ നിന്നോ ബാങ്കിൽ നിന്നോ ഒന്നും പണം പിൻവലിക്കാതിരിക്കാനുള്ള ബുദ്ധിയും റാം കാണിച്ചു. അങ്ങനെയൊക്കെ ബുദ്ധിപരമായി നീങ്ങി സുപ്രീം കോടതിയിൽ വരെ ജാമ്യത്തിന് പോയി. അതിനെല്ലാം ശേഷമാണ് ഡോക്ടർ റാം പിടിയിലാകുന്നത്, അതും കീഴടങ്ങാൻ എത്തുമ്പോൾ. അതിനുശേഷമാണ് പിന്നീട് നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. ഹിമാചൽ മുതൽ കന്യാകുമാരി വരെ ഇങ്ങനെ പോലീസിനെ കബളിപ്പിച്ച് ഒളിച്ച് നടന്ന പ്രതിയുടെ അറസ്റ്റിലാണ് ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഡോക്ടർ റാമിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് കോടതി വിട്ടയച്ചു. റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ചെയ്യാതിരുന്നത് ക്രൈംബ്രാഞ്ച് ചെയ്യാതിരുന്നതാണ് അങ്ങനെ വിട്ടയക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത്. അത് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയെന്ന ആരോപണമാണ് ഉയർന്നത്. കോടതി വളപ്പിലുണ്ടായ നാടകീയ രംഗങ്ങളും അന്വേഷണ സംഘത്തെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. വിവാദമായ കേസിലെ പ്രതിയെ 3 മാസത്തിന് ശേഷം പിടികൂടുമ്പോഴാണ് ഇത്തരം നാടകീയ സംഭവങ്ങളൊക്കെ അരങ്ങേറിയതെന്ന് ഓർക്കണം. പക്ഷേ നടപടിക്രമം പാലിക്കാതെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനാൽ കോടതി വിട്ടയച്ചു. പിന്നീട് അറസ്റ്റിന്റെ കാരണങ്ങൾ ബോധ്യപ്പെടുത്തി എഴുതി നൽകണമെന്നത് പാലിച്ചില്ല എന്ന് ഈ പ്രതിഭാഗം അഭിഭാഷകനൊക്കെ വാദിക്കുന്നതും കണ്ടു. അതിനെ തുടർന്നാണ് കോടതിക്ക് ഇത്തരമൊരു നിലപാടിലേക്ക് എത്തേണ്ടി വന്നത്. 7:30 കോടതി വിട്ടയച്ചതിന് ശേഷം പിന്നെയും നാടകീയ രംഗങ്ങൾ. കോടതി പരിസരത്ത് റാമിനെ പോലീസ് ബലമായി കസ്റ്റഡിയിലെടുത്തു. വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. ഇതോടെ ഭാര്യയും ബന്ധുക്കളും ബഹളമുണ്ടാക്കി. പിന്നാലെ റാമിന്റെ ബന്ധുവിനെയും വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയെങ്കിലും തിരികെ കോടതി പരിസരത്ത് തന്നെ പിന്നീട് ഇറക്കിവിട്ടു. റാമിനെ പിടികൂടിയില്ലെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാക്കാനുള്ള നോട്ടീസ് നൽകുകയാണ് ചെയ്തതെന്നുമാണ് DYSP പിന്നീട് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും റാമിന്റെ അഭിഭാഷകൻ കിഷോർ പിന്നീട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത്തരം നാടകീയ സംഭവങ്ങളൊക്കെയാണ് അരങ്ങേറിയത്. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാത്ത അറസ്റ്റ്, പിന്നീട് നോട്ടീസ് കൊടുക്കാനായി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകൽ, ഇതൊക്കെയും പോലീസിനെതിരെ വലിയ ആരോപണങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. തുടക്കം മുതൽ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് ആരോപണമുയർന്നിരുന്നു. പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയെങ്കിലും പ്രതിയെ പിടികൂടാനായില്ല. ഇതിനിടെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മുൻകൂർ ജാമ്യവുമായി റാം എത്തി. കോടതിയിൽ കീഴടങ്ങാൻ വരുന്നതിനിടെ മാത്രമാണ്
റാമിനെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചത്. അതിനിടയിലാണ് ഇത്തരം ആരോപണങ്ങൾ കൂടി അന്വേഷണ സംഘത്തിനെതിരെ ഉയരുകയും കുടുംബത്തിന് തന്നെ അതുമായി രംഗത്ത് വരേണ്ടി വരികയും ചെയ്തത്. ഇനി ഇതിൽ നടപടികൾ ഉണ്ടാകുന്നു എന്നതാണ്. നിതിൻ രാജിന്റെ മരണത്തെക്കുറിച്ച് SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘമായിരിക്കും ഇനി അന്വേഷിക്കുക. IG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം. നിലവിലുള്ള സംഘത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഒഴിവാക്കിയാണ് ഇപ്പോൾ പരാതികളുടെ അടിസ്ഥാനത്തിൽ പുതിയൊരു സംഘത്തെ ആഭ്യന്തര വകുപ്പ് നിയോഗിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ തൃപ്തരല്ലെന്ന് വ്യക്തമാക്കി നിതിന്റെ മാതാപിതാക്കൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രാത്രിയോടെ തന്നെ അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയെ തുടർന്ന് ഈ പുതിയ ഒരു സംഘം രൂപീകരിക്കാനുള്ള തീരുമാനം ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികൾ കൂടി ഉണ്ടാകുന്നു. MK റാമിന്റെ അറസ്റ്റ് വൈകിയതിൽ ഉത്തരമേഖല IG വിശദീകരണം ചോദിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നു. അന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിച്ചു. നിലവിലെ അന്വേഷണത്തിൽ കുടുംബത്തിന് തൃപ്തിയില്ലെന്ന പരാതിയെ തുടർന്നാണ് പുതിയ അന്വേഷണ സംഘമെന്നും ഇന്നലെ ഉണ്ടായ നാടകീയ സംഭവങ്ങളെക്കുറിച്ചും വിശദീകരണം തേടിയിട്ടുണ്ട് എന്നുമാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. പുതിയൊരു അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഇന്നലെ അതിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇതിനെ അന്വേഷിക്കാൻ പോകുന്നത്. അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വീണ്ടും കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം, കോടതിയിൽ നിന്ന് വിട്ടയച്ച ശേഷം വീണ്ടും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നു, പിന്നീട് മറ്റൊരിടത്ത് കൊണ്ട് വിട്ടയക്കുന്നു. അല്ല, അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞ റിപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താ സംഭവിച്ചതെന്നുള്ളത്. ഉത്തരമേഖല IG റിപ്പോർട്ട് ചോദിച്ചു. വളരെ വൈകിയാണ് അറസ്റ്റ് ഉണ്ടായത്. കോടതി അടക്കം വലിയ പ്രശ്നം ചൂണ്ടിക്കാട്ടിയിരുന്നു. അല്ല, അതിനകത്ത് ജാഗ്രത കുറവൊന്നുമില്ല. പോലീസ് പരമാവധി അതിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഫോൺ കോളുകൾ പരിശോധിച്ചിരുന്നു. വളരെ ശക്തമായി തന്നെ അവരെ അന്വേഷിച്ചിരുന്നു. പ്രോസിക്യൂട്ടറെ അറിയിച്ചില്ലെന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, അതെന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ റിപ്പോർട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അറസ്റ്റ് വൈകിയതിൽ വീഴ്ചയില്ല എന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെയുള്ള അറസ്റ്റ് സംബന്ധിച്ചുള്ളതിന് വിശദീകരണം തേടിയിട്ടുണ്ട് എന്നതുകൂടിയാണ് പറയുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തെ മാറ്റിയിരിക്കുകയാണ്. വരും ദിവസം ക്രൈംബ്രാഞ്ച് റാമിനെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. 2 ദിവസത്തിനകം അന്വേഷണ സംഘത്തിൽ മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റാമിനെ കോടതി വിട്ടയച്ചത് നടപടിക്രമങ്ങളിലെ വീഴ്ചയെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനുള്ള നീക്കമൊക്കെ ക്രൈംബ്രാഞ്ച് തുടങ്ങുന്നത്. അന്വേഷണ സംഘത്തിന് മുൻപിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അറസ്റ്റിലായ ഡോക്ടർ റാം ചോദ്യം ചെയ്യലിൽ പലപ്പോഴും ഉത്തരം പറയാനാകാതെ വിതുമ്പി എന്ന വിവരങ്ങളാണ് വരുന്നത്. മാനസികമായി പീഡിപ്പിച്ചിട്ടില്ല, ഒരു അധ്യാപകൻ എന്ന നിലയിൽ കുട്ടികളോട് കുറച്ച് കർശനമായി പെരുമാറാറുണ്ട് എന്ന് പറയുകയാണ്. സ്നേഹം പലപ്പോഴും പുറത്ത് പ്രകടിപ്പിക്കാറില്ല എന്നും പറയുന്നു. അധ്യാപകന്റെ ചുമതല മാത്രമാണ് നിർവഹിച്ചതെന്നാണ് റാം പറയുന്നത്. വിദ്യാർത്ഥികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. ചോദ്യം ചെയ്യലിലാണ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല, താനും നിതിൻ രാജിന്റെ ജാതിയിൽപ്പെട്ട ആളാണ്, പിന്നെ എങ്ങനെ അധിക്ഷേപം നടത്തുമെന്നൊക്കെ റാം പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു എന്നിട്ടുള്ള റിപ്പോർട്ടൊക്കെയാണ് വരുന്നത്. എന്തായാലും പോലീസിനെ പോലും കബളിപ്പിച്ചാണ് 100 ദിവസം ഒളിവിൽ കഴിഞ്ഞത് റാം. അതിനുശേഷവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ചില അല്ലെങ്കിൽ നാടകങ്ങൾ ഇയാളെ പുറത്തു നിർത്തുന്നതിന് വേണ്ടി ഉണ്ടാകുന്നു എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ആ കുടുംബത്തെ സംബന്ധിച്ച് നോക്കിയാൽ അവർക്കുണ്ടായത് വലിയ നഷ്ടമാണ്. അതിനുശേഷം അതിൻ്റെ അന്വേഷണത്തിൽ ഉൾപ്പെടെ വീഴ്ച സംഭവിക്കുന്നു എന്നത് ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവങ്ങളാണ്. ഏതായാലും ഇപ്പോൾ അവരുടെ പരാതി സ്വീകരിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തെ മാറ്റിയിരിക്കുന്നു എന്നൊരു നടപടി ഉണ്ടാകുന്നു. ഇനിയെങ്കിലും അന്വേഷണം ശരിയായ ദിശയിലാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആശി.